നമസ്കാരം, ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കാട്ടാക്കട പഞ്ചായത്തിലെ മംഗലക്കലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. മംഗലക്കൽ വാർഡിൽ നിലവിൽ LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. LDFിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ സംതൃപ്തരാണോ? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വരും. മംഗലക്കൽ വാർഡിലെ വാർഡ് മെമ്പറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? മെമ്പർ വാർഡ് മെമ്പറായതിനു ശേഷം പാവപ്പെട്ടവർക്ക് ആ കുടിവെള്ളം എത്തിച്ച് എല്ലാവർക്കും കുടിവെള്ളം കൊടുത്ത്, വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത്, മെയിൻ്റനൻസ് ഉള്ളവർക്ക് മെയിൻ്റനൻസ് കൊടുത്തു. പിന്നീട് വൃദ്ധസാധനം ഒന്ന് ഡെവലപ്പാക്കി. പിന്നെ അംഗൻവാടി കാട്ടാക്കടത്ത് ഒന്നാമത്തെ അംഗൻവാടിയാക്കി. ഇപ്പോഴ് റെസ്റ്റ് ഹൗസ് കൂടി ഉണ്ടാക്കി അദ്ദേഹം. നല്ല പ്രവർത്തനമായി. ഇനി റോഡ് ഡെവലപ്മെൻ്റ് ആക്കിയിട്ട് ഇപ്പോൾ മിനി ബസ് വിടാൻ പോവുകയാണ്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുമ്പർ ചെയ്തു. ഇനി ആ മുമ്പർ നിൽക്കുമെന്നുണ്ടെങ്കിൽ മുമ്പർ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഈ 6ാം വാർഡിൽ ജയിച്ചിരിക്കും. എൻ്റെ പേര് അപ്പുകുട്ടിരുന്നു. കുഴപ്പമില്ല, നല്ല ഇതാണെന്നാണ് തോന്നുന്നത്. നല്ല മുമ്പ് വലിയ കുഴപ്പമില്ല, നല്ല ഇതാണ്. റോഡിന്റെ വികസനങ്ങളെല്ലാം റോഡിൻ്റെ വികസനം കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഇത്രയും വെള്ളം കെട്ടിക്കിടക്കണ ഫ്രണ്ടിൽ റോഡ് ചെയ്ത് ശരിയായില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ അത് അന്ന് ഞാൻ പറഞ്ഞു, അവർ കോൺട്രാക്ടറോട് പറഞ്ഞു, അത് അവർ ചെയ്ത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു, പിന്നെ ചെയ്തിട്ടില്ല. അന്നും ഇന്നും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അതൊന്ന് മാറ്റി. അതുകൊണ്ട് ഈ എൻ്റെ കടയുടെ ഫ്രണ്ടിൽ അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ വെള്ളം കെട്ടിക്കിടക്കുന്നത്. അത് ചെയ്തത് ശരിയായില്ല, വെള്ളം ഒലിച്ചു പോകുന്നില്ല. അതന്ന് ഞാൻ മുമ്പറല്ല കോൺട്രാക്ടറോട് പറഞ്ഞതാണ്. അവർ അത് ചെയ്യാമെന്ന് പറഞ്ഞ് ഇതുവരെ ചെയ്തിട്ടില്ല. വേറെ പ്രോബ്ലമായിട്ട് നമ്മുടെ അറിവിലൊന്നുമില്ല. പ്രവർത്തനമുണ്ട്. എൻ്റെ പേര് മോഹൻകുമാർ. മംഗലക്കൽ വാർഡിന്റെ ഈ 5 വർഷത്തെ വികസനങ്ങളെ കുറിച്ച് നിങ്ങൾ കുഴപ്പമില്ല, എല്ലാ വർഷമുള്ള എല്ലാം ഇപ്രാവശ്യമുള്ളത് വേറെ തയ്ച്ചൊന്നുമില്ല. നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. റോഡുകളുടെ വികസനം എങ്ങനെയാണ്? കുഴപ്പമില്ല. ഈ പ്രാഥമിക ആവശ്യമായിട്ടുള്ള കുടിവെള്ളമൊക്കെ ഉണ്ട്. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം വെച്ച് പട്ടികളൊക്കെ വെച്ചിരിക്കില്ലേ, കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? വേറെ എന്തെങ്കിലും കുറവുണ്ടോ? നിങ്ങൾ നിർദ്ദേശങ്ങളാണ്? പേരെന്താണ്? സുജൻ. ഓക്കെ, നമ്മളെ ഇവിടുത്തെ ഈ മംഗലക്കൽ വാർഡിലെ വാർഡ് മെമ്പറിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? പ്രവർത്തനമൊക്കെ നല്ലത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ പാവക്കെല്ലാം 100 പണി ഞങ്ങൾ മെമ്പറൊക്കെ ഒപ്പിച്ച് തരാറുണ്ട്. നല്ല പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ്. ബാക്കി പെൻഷനൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് കിട്ടാറുണ്ട്. റോഡിന്റെ വികസനം എങ്ങനെയൊക്കെയാണ്? റോഡ് പണിയെല്ലാം കൃത്യസമയത്ത് എല്ലാം മെമ്പർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വേറെ എന്തെങ്കിലും വാട്ടർ ലൈനൊക്കെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മെമ്പർ ചെയ്തു തരാറുണ്ട്. ഉണ്ട്, വെള്ളമൊക്കെ കുടിവെള്ളമൊക്കെ കിട്ടി ഉണ്ട്. എൻ്റെ പേര് അനിത. സാറേ, എൻ്റെ വീട് ഇവിടെ എൻ്റെ വീട് ബാക്കിലാണ്. 2 സെൻറ്റ് വസ്തുവിലാണ് വീട്. പണ്ടേ ബ്ലോക്കിൽ നിന്ന് കിട്ടിയത്. കിട്ടിയപ്പോഴത്തേക്ക് വീട് മറിഞ്ഞങ്ങ് വീഴുന്നു. പണ്ട് മഴയും മിന്നലും ഒക്കെ വന്നപ്പം പണ്ട് 2019 സാറേ വീട് ഇടിഞ്ഞങ്ങ് വീഴുന്നപ്പോഴത്തേക്കും ഞാൻ ഉടനെ ചെന്ന് നുമ്പറിനെ വിളിച്ചോണ്ട് വന്നു. നുമ്പറെ എൻ്റെ വീട് എല്ലാം ഇടിഞ്ഞ് പൊടിഞ്ഞ് പൊളന്ന് എല്ലാം മറിഞ്ഞങ്ങ് പോയത്. ഒടുക്കം 2 ദിവസം ആയപ്പോഴത്തേക്ക് വീണ്ടും വീട് ഇടിഞ്ഞ് പൊളന്ന് പോണത് സാറേ. അപ്പോഴും ഞാൻ നുമ്പറിൻ്റെ കൂടി 2-3 ദിവസം നുമ്പർ വന്ന് നോക്കിയിട്ടൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞു, നുമ്പറെ എനിക്ക് ഇനി മെയിൻ്റനൻസ് തന്നാൽ പറ്റൂല, എനിക്ക് വീട് തന്നെ തരണം, ഇടിച്ച് പൊട്ടിച്ചാൽ മുറികളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണ് ഞാൻ മാത്രമേ ഉള്ളൂ സാറേ. എൻ്റെ മോനും മരിച്ചു, എൻ്റെ മാപ്പിള മരിച്ചിട്ട് 5 മാസമായി. മോൻ മരിച്ചിട്ട് 6 വർഷമായി. അപ്പോഴും നുമ്പർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കൊരു വീട് തരണം നുമ്പറെന്ന് പറഞ്ഞു, എനിക്ക് മെയിൻ്റനൻസ് തന്നാൽ പറ്റൂല. അപ്പോഴും നുമ്പർ പറഞ്ഞു, അയ്യോ സഹോദരി, വീടെല്ലാം കൊടുത്ത് തീർന്നല്ല വീട്. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസും ഇല്ല നുമ്പറെ, മെയിൻ്റനൻസ് വീടുമൊക്കെ കൊടുത്ത് തീർന്നു എന്ന് പറഞ്ഞു. അപ്പോഴും പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പിന്നെ ഇതുവരെയൊന്നും കണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. 2019 ആയപ്പോഴാണ് എൻ്റെ വീട് ഇടിഞ്ഞത്. വീട് ഇതിന് താഴെ ഇരിക്കണ വീട്. മുമ്പ് പിന്നെ വീട് വന്ന് നോക്കിയൊന്നുമില്ല.
ഇവിടെ കൂടി പോവും, തലയാട്ടിക്കൊണ്ട് പോയി നമ്മളെയൊക്കെ കാണുമ്പോൾ. ഇത്രയാണ് സാറേ. പേരെന്താണ്? എൻ്റെ പേര് സുമതി. ഇതേ സ്ഥലം ഏതാണ്? സ്ഥലം ഇവിടെ കുളത്തോട്ട് മല, ഊറ്റൂഴി, മലവള, പുത്തമ്പേട്, കാട്ടാക്കട. ഇവിടുത്തെ വാർഡ് മെമ്പറിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? വാർഡ് മെമ്പർ കുഴപ്പമില്ല, നല്ല വൈക്കലൊന്നും വായിക്കാത്ത ഒരു വ്യക്തിയാണ്, നല്ല മെമ്പറാണ്. ഓക്കെ, ഇവിടുത്തെ വികസനങ്ങൾ എങ്ങനെയാണ്? വികസനവും സാമാന്യ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഈ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ ഇവിടെ? പെൻഷൻ ഇപ്പം ഞാൻ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങിക്കലാണ്. എനിക്ക് ഇനി 2 മാസത്തെ ബാലൻസേ ഉള്ളൂ, ബാക്കി കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2 മാസത്തെ കിട്ടിയായിരുന്നു. റോഡിന്റെ വികസനം എങ്ങനെയാണ്? റോഡിൻ്റെ വികസനം ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് 2 സൈഡിലും പൈപ്പ് ലൈൻ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി പൊക്കിയിട്ട് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി തന്നെ ഇട്ടേക്കുന്നത്. ഓക്കെ, കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് മെമ്പർ ഇടപെടാറുണ്ടോ? മെമ്പർ എല്ലാ കാര്യത്തിനോടുണ്ട്. ഈ വാട്ടർ ലൈനൊക്കെ കിട്ടിയല്ലോ? ഇവിടെ എല്ലാവർക്കും ഉണ്ട്, വേണമെന്നുള്ളവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിലർക്ക് വേണ്ട എന്നുള്ള നിർബന്ധമുള്ളവർക്ക് ഇല്ല, ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഈ ഭരണസമിതിയിൽ എന്തെങ്കിലും നിർദ്ദേശം എന്തെങ്കിലും ഉണ്ടോ? കുറവുള്ളതായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മംഗലൊക്കെ വാർഡിലായാലും ശരി, കട്ടക്കട പഞ്ചായത്തായാലും ഒരുവിധം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഓക്കെ, പേരെന്താണ്? എൻ്റെ ഒരു മോഹനൻ നായർ. മംഗലക്കൽ വാർഡല്ലേ? അതെ, മംഗലക്കൽ വാർഡ്. എങ്ങനെ വാർഡിന്റെ വികസനങ്ങളൊക്കെ എങ്ങനെയാണ്? വികസനമൊക്കെ മോശം തന്നെ. എന്താണ് കാരണം മോശമാവാൻ? മോശമാവാൻ കാരണം നാട്ടുകാരുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ തന്നെ. എന്തൊക്കെയാണ് ഇപ്പോൾ റോഡിന്റെ വികസനം ഇല്ലാത്തതാണോ? റോഡിൻ്റെ വികസനം എന്ന് വെച്ചാൽ അതൊരു ചാനലിലുണ്ട്. എത്ര വർഷമായെന്നറിയാം ഈ ബണ്ട് റോഡ്, ജീപ്പ് റോഡിന് സാങ്ഷൻ ആയിട്ട് ഇതുവരെ ആയിട്ടില്ല. വേറെ എന്തൊക്കെയാണ് കുറവുള്ളത്? വേറെ ഇപ്പം കൃഷികളൊന്നുമില്ല. കൃഷിയെല്ലാം വാഴ കൃഷിയും മരിച്ചിനി കൃഷിയൊക്കെ, കപ്പ കൃഷിയൊക്കെ ആയി. അപ്പോൾ റോഡ് വികസനം ഇല്ലെന്നുള്ളതാണ് അല്ലേ? റോഡ് വികസനവും ശരിയായി പണിതാ. ഈ റോഡ് തന്നെ പൊളിഞ്ഞു കിടക്കുകയാണ്. യാത്രാ സൗകര്യങ്ങളും കുറവ് തന്നെ. ബാക്കി അടിസ്ഥാനമായിട്ടുള്ള ഈ പൈപ്പ് ലൈൻ്റെ ഒക്കെ വരാറുണ്ടോ? പൈപ്പ് ലൈൻ ഇവിടെ പണി നടക്കണേ ഉള്ളൂ. അതിൻ്റെ പിന്നെ കണക്ഷനൊന്നും ആയില്ല ഇതുവരെ. പെൻഷൻ കിട്ടാറുണ്ടോ? പെൻഷൻ ഇപ്പം 2 മാസത്തെ കിട്ടി. എന്താണ് വേറെ എന്തെങ്കിലും കുറവുകൾ? വേറെ എന്തൊക്കെയാണ് ഉള്ളത് ഭരണസമിതിയുടെ ഒരു? ഭരണസമിതിക്ക് ഇപ്പം പഞ്ചായത്തിന് പണ്ടൊന്നുമില്ല. വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത്? അവന് എന്തെങ്കിലും നിർദ്ദേശമായിട്ട് പറയാനുണ്ടോ? നിർദ്ദേശമായിട്ട് പറയാനുള്ളത്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളൊന്നും ഇവിടെ ശരിയായിട്ട് നടക്കണില്ല. കുറവുണ്ട്, ഉണ്ട്. അത് പരിഹരിക്കണം. പേരെന്താണ്? പത്മനാഭൻ നായർ. ഓക്കെ, എങ്ങനെയാണ് മംഗലക്കൽ വാർഡ് മെമ്പറിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. നല്ല ആരെന്ത് ആവശ്യം വന്നാലും ഉടൻ അവിടെ എത്തും. വികസനങ്ങളൊക്കെ എങ്ങനെയാണ്? വികസനങ്ങൾ മുമ്പ് നടന്ന് ഇപ്പം ഇവിടെ ചെയ്യാൻ വേറെ റോഡിൻ്റെ പണികളൊന്നുമില്ല. അങ്ങോട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. അതിനെപ്പറ്റി ബാക്കി കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആരെന്ത് ഒരു മരണം നടന്നാലോ എന്ത് കടന്നാലും ഒരാവശ്യമെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവും. അടിസ്ഥാനമായിട്ടുള്ള ഈ പൈപ്പ് ലൈൻ്റെ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടോ? എന്താ പൈപ്പ് ലൈൻ്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും. ഇല്ലാത്ത വീടുകൾ, വെള്ളം ഇല്ലാത്ത വീടുകളൊന്നും ഇല്ല. കുറവാണ്. ഇല്ല, കുറവല്ല, എല്ലാം തീർത്ത് കൊടുക്കുന്നുണ്ട്. പേരെന്താണ്? സുരേന്ദ്രൻ. വാർഡ് മെമ്പറുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ്? കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക തന്നെ. വികസനങ്ങളൊക്കെ എങ്ങനെയാണ് വാർഡിൻ്റെ അകത്തുള്ള? വികസനം പരമാവധിയൊക്കെ ചെയ്തിരിക്കുന്നു. പിന്നെ ഈ ആളുകൾ തടസ്സപ്പെടുത്തുന്നത് ഇട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ്? റോഡിന്റെ വികസനം കുറവാണ്. റോഡിൻ്റെ വികസനം ഇത് ബാക്കിയൊക്കെ വികസിപ്പിച്ചു എങ്കിലും ഇപ്പോൾ പിന്നെ കുളത്തോട്ട് മുല, ആമച്ചൽ റോഡ് മുഖീകരിക്കാൻ കുറേ ആൾക്കാർ സ്ഥലം വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മളെ കുളത്തോട്ട് മുല പിന്നെ കാട്ടാക്കട റോഡ് വരുമെന്ന് പറഞ്ഞു, മെമ്പർ പറഞ്ഞു. ആ ഒരു കുറവുണ്ട്. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷൻ മുടക്കമുണ്ട്, ഒരുപാട് മുടക്കമുണ്ട്. ബാക്കി എന്തെങ്കിലും മെമ്പറിന്റെ ഇടപെടലൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്? നല്ലത് തന്നെ. അവന് ഒന്നും പറയാനില്ല. പേരെന്താണോ? പേരെന്താണ്? എൻ്റെ പേര് ഗോപിയായിരുന്നായിരുന്നു. ഏതൊരു കാര്യത്തിനും നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയാൽ രാഷ്ട്രീയം നോക്കാതെ, രാഷ്ട്രീയമോ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളോ ഒന്നും നോക്കാതെ പൊതുജനത്തിൻ്റെ ആവശ്യം അംഗീകരിച്ച് നടപ്പിലാക്കുന്ന ഒരു മെമ്പറാണ് അദ്ദേഹം. അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാൽ അദ്ദേഹത്താൽ കഴിയുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഈ പഞ്ചായത്തിനകത്ത്.
ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ച് അയാളുടെ കഴിവിൻ്റെ പരമാവധി അയാൾ ഈ വാർഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ അയാൾ രാഷ്ട്രീയം നോക്കാതെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മെമ്പർ ഈ ജയൻ മാത്രമാണ്. എനിക്കറിയാം, ജയൻ മെമ്പർ തന്നെയാണ്. അതിൻ്റെ സംശയമൊന്നും വേണ്ട. ഞാൻ ഒരു UDFൻ്റെ ഒരു പ്രവർത്തകനാണെങ്കിൽ തന്നെ ഞാൻ അവിടെ പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ ഏതാവശ്യത്തിനും പെട്ടെന്ന് നമ്മളൊന്ന് ഫേസ് ചെയ്യണതും കാര്യങ്ങൾ അന്വേഷിക്കുന്നതും നടത്തുന്നതും അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും അതിന് സംശയമൊന്നും വേണ്ട. ഉമ്മറെക്കുറിച്ച് സജീവമായി തന്നെ ഉണ്ട്. ഉമ്മറെക്കുറിച്ച് നമുക്ക് ഒരു പരാതിയില്ല. വികസന മുമ്പിൽ തന്നെയുണ്ട്. അതേ എപ്പോഴും റോഡിലുണ്ടല്ലോ. വീട്ടിൽ ആൾക്കാരുടെ വാർഡിനകത്ത് പൊതുജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം എപ്പോഴും ഉണ്ട്. അതാണ് ഒരു മെമ്പർക്ക് ആവശ്യം. എൻ്റെ പക്ഷം അതാണ്. ഈ വാർഡിനെ കുറിച്ചുള്ള എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മുടെ ഈ മംഗലക്കൽ വാർഡിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? മംഗലക്കൽ വാർഡിനെ കുറിച്ച് ഇപ്പോൾ ഒരുവിധം കൊള്ളാം, നേരത്തെയും കൊള്ളാം. പിന്നെ ഓരോ വാർഡ് മെമ്പറുടെ കാര്യങ്ങളും അവർ ശ്രമിക്കും പോലെയല്ലേ നടക്കുള്ളൂ. എങ്കിലും ഒരുവിധം ഭേദപ്പെട്ട രീതിയിൽ പോകുന്നുണ്ട്. ഇവിടുത്തെ എന്തൊക്കെയാണ് പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ഈ കൂടുതലും രാഷ്ട്രീയമായിട്ടൊന്നും നമ്മൾ ഇല്ല. രാഷ്ട്രീയം ഉണ്ടെങ്കിലും നമ്മുടെ കൈക്ക് മാത്രം. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനും ഒക്കില്ല, അറിഞ്ഞും കൂടാ. ഈ കാർഷികമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? കാർഷിക ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കാർഷികമായിട്ട് ഇപ്പോൾ നമ്മളിവിടെ വിപണിയിലാണ് സാധനം കൊടുക്കുന്നത്. പിന്നെ മാന്യമായിട്ടുള്ള പൈസ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് ചീരകൃഷി, മലക്കറി, വെണ്ട, വെള്ളരി, വാഴ. ഇപ്പോൾ പാട്ടത്തിനടുത്ത് ചെയ്യുകയാണ്. 3 സ്ഥലത്താറ്റാണ്. ഈ വെള്ളത്തിൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ? വെള്ളത്തിന് കുറവുണ്ട്. ചില സമയത്ത് ഇപ്പോൾ ചാനലിലെ വെള്ളമുണ്ട്. ചാനലിലെ വെള്ളമാണ് നമ്മൾ തിരിച്ച് വിട്ടിങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് പൈപ്പ് വഴിയൊക്കെയാണ് ഇങ്ങോട്ട് ഇറക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല വെള്ളത്തിന്. ഈ കൃഷിഭവനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടുണ്ടോ? കൃഷിഭവനിൽ നേരത്തെ എനിക്ക് നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. കാട്ടാട കൃഷിഭവനുമായിട്ട് കുറച്ച് എന്തോ സബ്സിഡി പോലെ എന്തോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പറഞ്ഞാൽ ശരിയാവില്ല, കഴിവുള്ളവർ വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മളെ വാഴ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി പോകുന്നില്ല. ഇപ്പോൾ ഒരു കൃഷിനാശം വന്നു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ പുറകെ പോയിരുന്നാലും നമുക്കൊന്നും, എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഇത് കാണിച്ച് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. കൃഷിഭവനിൽ നിന്നൊരു മുന്നേ ഒരു 10 വർഷം, ഒരു 8-10 വർഷത്തിന് മുമ്പേയൊക്കെ വാഴ ഒടിയുമ്പോഴൊക്കെ എനിക്ക് ആനുകൂല്യവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കുറേശ്ശെ. എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പ്ലാവൂർ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ. പേരെന്താണ്? പേര് ലാല്. എത്ര വർഷം കൃഷി ചെയ്യുന്നുണ്ട്? കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ അറിവായത് തൊട്ട് ഉണ്ട്. ഞാൻ ചെറിയൊരു ജോലിയുണ്ട്, PWയിലാണ്, പബ്ലിക് ഓഫീസിലാണ്. അത് കഴിഞ്ഞിട്ടാണ് കൃഷി? അത് കഴിഞ്ഞിട്ട് കൃഷി. മംഗലക്കൽ വാർഡിന്റെ അംഗൻവാടിയിലെ 61 നമ്പർ അംഗൻവാടിയാണ്. അതെ, 61. 61 അല്ലേ? ഓക്കെ. ഇവിടുത്തെ പ്രവർത്തനം എങ്ങനെയാണ്? നമുക്ക് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് ഇവിടുത്തെ? പഞ്ചായത്ത് സപ്പോർട്ട് നല്ലതായിട്ട് പഞ്ചായത്തിൻ്റെ സപ്പോർട്ടുണ്ട്. നമുക്ക് ഈ അംഗൻവാടി ഉദ്ഘാടനം ചെയ്തത് മുതൽ തന്നെ വാർഡ് മെമ്പറിൻ്റെ ആയിരുന്നാലും പ്രസിഡൻറ്റിൻ്റെ ആയിരുന്നാലും നല്ലൊരു ഇടപെടലിൻ്റെ മൂലമാണ് നല്ലൊരു കെട്ടിടം വെച്ച് ഇപ്പോൾ ചുറ്റുമതിൽ ഫുള്ളായിട്ടുണ്ട്. ഇനി അടുത്ത് തറയും കൂടെ ആയിക്കഴിഞ്ഞാൽ അംഗൻവാടിയുടെ മൊത്തം കാര്യങ്ങളും ഓക്കെയാണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കിട്ടുന്നുണ്ടല്ലോ? കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കളി ഉപകരണമായിരുന്നാലും ഇപ്പോൾ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ട് നമുക്ക് വാങ്ങി തരണുണ്ട്. എല്ലാം നല്ല സപ്പോർട്ടാണ് പഞ്ചായത്ത്. എത്ര കുട്ടികളുണ്ട് ഇവിടെ? നമുക്കിപ്പം 11. എത്ര വർഷമായി പ്രവർത്തനം ആരംഭിച്ചിട്ട്? ഇവിടെ ആദ്യം പ്ലാവൂർ സ്കൂളിലായിരുന്നു ഈ അംഗൻവാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വാടകയ്ക്ക് മംഗലക്കൽ വാർഡിൻ്റേതായിരുന്നു. അപ്പോൾ ആമച്ചൽ വാർഡായിരുന്നു സ്കൂള്. അപ്പോൾ പ്ലാവൂർ സ്കൂളിലായപ്പോൾ മംഗലക്കൽ വാർഡിൻ്റെ അംഗൻവാടി ആയത് കാരണം നമ്മൾ വാടകയ്ക്ക് കെട്ടിടത്തിലോട്ട് മാറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ കൂടെയുള്ളൊരു വർക്കറായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അജിത ചേച്ചി. അപ്പോൾ അജിത ചേച്ചിയുടെ കാലത്ത് അജിത ചേച്ചിയുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വസ്തു വാങ്ങുകയും അപ്പം കെട്ടിടത്തിനും അജിത ചേച്ചി ഫണ്ട് വെച്ചു. അപ്പം ഫസ്റ്റ് നില അജിത ചേച്ചിയുടേതും മുകളിലത്തെ നില MLAയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കെട്ടിടം പണി പൂർത്തിയായത്. 1 വർഷം കൊണ്ട് തന്നെ പണി പൂർത്തിയായി. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. നല്ല രീതിയിൽ ALMC അംഗങ്ങളുടെ നല്ല സപ്പോർട്ടുണ്ട്, നാട്ടുകാരുടെയും സപ്പോർട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഉണ്ട്. എൻ്റെ പേര് രജിത. മംഗലക്കൽ വാർഡിന്റെ 38 നമ്പർ. ഇവിടുത്തെ ഈ അംഗൻവാടിക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചായത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? കുഴപ്പമില്ല, നമുക്ക് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും സപ്പോർട്ടും ഉണ്ട്.
എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? സാധനമെല്ലാം കറക്റ്റാണ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വാർഡ് മെമ്പറിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? വാർഡ് മെമ്പർ കുഴപ്പമില്ല. എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ വിളിക്കും. വെൽഫെയർ കമ്മിറ്റി ആയിരുന്നാലും വേറെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും പറഞ്ഞ വരും, സഹകരിക്കും. എന്നും ദിവസവും ഇവിടെ വരും. ഇവിടെ എത്ര കുട്ടികളുണ്ട്? ഇവിടെ 12 കുട്ടികളുണ്ട്. കുട്ടികളെല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ടല്ലോ? കുട്ടികൾ പനി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളപ്പോൾ വരില്ല, അല്ലാത്തപ്പോൾ എല്ലാ കുട്ടികളും കറക്റ്റാണ് വരുന്നുണ്ട്. ഇല്ല, ഇനി നമുക്ക് കിട്ടാനൊന്നുമില്ല. എല്ലാ സാധനങ്ങളൊക്കെ ഇപ്പോഴും കിട്ടി. ഞങ്ങൾക്ക് പ്ലേറ്റ് ഇനി ഞങ്ങൾക്ക് വലിയ പ്ലേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെറിയ പ്ലേറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ ഈ കറിയും എല്ലാം കൂടെയൊക്കെ വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മേഡം പറഞ്ഞ് ഞങ്ങൾക്ക് ഇനി വലിയ പ്ലേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. ശോഭന. അപ്പോൾ ഈ 4 വർഷക്കാലത്തിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു വാർഡിനകത്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? പൊതുവായി നമ്മൾ എടുക്കുന്നത് പഞ്ചായത്തിൻ്റെതായ വികസന പദ്ധതികൾ. അതിനകത്ത് നമുക്ക് ഈ മംഗലക വാർഡിൻ്റെ മുഖച്ഛായ മാറുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എം എൽ എയുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. നമുക്ക് തന്നെ ഇപ്പോൾ അവിചാരിതമായിട്ടാണ് ഈ മലയോര പ്രദേശം ഉൾപ്പെടുന്ന കുളത്തോട്ട് മലയിൽ അതുകൊണ്ട് 25 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ടൊരു റെസ്റ്റ് ഹൗസ് നടത്തി അതിൻ്റെ പണി പൂർത്തിയായി. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ വാർഡിനുള്ളിൽ സ്ത്രീകളുടെ പരിശീലനത്തിന് വേണ്ടി ഒരു ഓപ്പൺ ജിംനേഷ്യം നടത്തുന്നുണ്ട്. അതുപോലെ അംഗനവാടികളിൽ 2 അംഗനവാടികളുണ്ട്. 2 അംഗനവാടികളും സ്വന്തമായി കെട്ടിടവും അതുപോലെ തന്നെ ഒരു അംഗനവാടിയെ സ്മാർട്ട് അംഗനവാടിയായിട്ട് മാറ്റുന്നതിനും പഞ്ചായത്തിന് കഴിഞ്ഞു. പിന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ പശ്ചാത്തല മേഖല എടുത്ത് നോക്കുമ്പോഴേക്കും MLA ഫണ്ട് BMBC നിലവാരത്തിലേക്ക് പോങ്ങറക്കോണം രാവൂർ ഹൈസ്കൂൾ റോഡ് മാറുകയാണ്. 2,17 ലക്ഷം രൂപയാണ് അതിൻ്റെ അടങ്കൽ തുക. അതിൻ്റെ ടെൻഡറായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങി. അതോടൊപ്പം തന്നെ അമ്പലം കളിയാവോട് ആമച്ചൽ റോഡ് 70 ലക്ഷം രൂപയാണ് MLA ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് 45 ലക്ഷം രൂപയാണ് മെയിൻ്റനൻസ് ഫണ്ടായിട്ട് ജില്ലാ പഞ്ചായത്ത് ഈ വാർഡിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. അതായത് 2021, 22, 23, 25, 26 5 ലക്ഷം രൂപ SC ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് അവരുടെ നടപ്പാത കോൺക്രീറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ MLA, ജില്ലാ പഞ്ചായത്ത് അതേപോലെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഫണ്ടിൽ നിന്നുകൊണ്ട് ഒരു വീട്ടിലേക്ക് വെള്ളം മറിയുന്നു എന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപ ഈ പുല്ലുളാകം പ്രദേശത്ത് ഐറിഷ് ഓട കോൺക്രീറ്റ് സൈഡ് വാൾ നിർമ്മാണം അങ്ങനെ 6 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിരിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് 2021, 22 16 ലക്ഷം രൂപ, 13 ലക്ഷം രൂപ മെയിൻ്റനൻസ് ഫണ്ടും 3 ലക്ഷം രൂപ SC ഫണ്ട് കമോങ്കുഴി നടപ്പാത കോൺക്രീറ്റിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പിന്നെ താരതമ്യേന ഫണ്ടിൻ്റെ മെയിൻ്റനൻസ് ഫണ്ടിൻ്റെ കുറവ് നേരിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും എല്ലാ മെമ്പർമാർക്കും തുല്യവിഹിതം എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാഴ്ചപ്പാട്. ആ വിഹിതം 2ാം വർഷം നമുക്ക് 10 ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. 3ാം വർഷം അതായത് കഴിഞ്ഞ 23, 24 5 ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം 6 ലക്ഷം രൂപ മെയിൻ്റനൻസ് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ ഏറ്റവും അവസാനമാണ്. ബാക്കി വീതിച്ചൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് അവർക്ക് TS ആയതേ ഉള്ളൂ, ടെൻഡർ ആയിട്ടില്ല. എന്തായാലും ഈ പിന്നെ മാർച്ച് 31 അല്ലെങ്കിൽ ഏപ്രിൽ മെയ്യോടുകൂടി ആ പ്രവർത്തനങ്ങൾ നടന്നു പോകും. പിന്നെ അതെ, ഈ വൃത്തസ്ഥാനം എന്ന് പറയുന്നത് 2010 ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ച പഞ്ചായത്തിൻ്റെ വസ്തു ബ്ലോക്കിന് കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ആരംഭിച്ച ഒരു പിന്നെ ആരാരുമില്ലാത്ത അപ്പൂപ്പന്മാർ അവരുടെ ആശ്രമ കേന്ദ്രമായിട്ടാണ് വൃത്തസ്ഥാനം. അന്ന് മുതൽ ഇന്ന് വരെ ഇതിൻ്റെ ഭാഗമായി എനിക്ക് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വലിയ സന്തോഷം. കാരണമെന്ന് പറഞ്ഞാൽ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ബന്ധുക്കളാരും അന്വേഷിക്കാനില്ലാത്ത ഭാര്യയും മക്കളും ഉപേക്ഷിക്കപ്പെട്ട പുരുഷന്മാരായ വയോധികരായ ആളുകളാണ് 23-നും 30-നും ഇടയ്ക്ക് ആളുകളെ ഇവിടെ പാർപ്പിക്കാൻ പറ്റും. അവരുടെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ അവരുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇന്നലകളിൽ അവർ പിന്നെ മക്കളെയും ഭാര്യയും ചെറുമക്കളെയൊക്കെ സംരക്ഷിച്ച് നിന്നിട്ട് അവസാന കാലമാകുമ്പോഴേക്കും അവരെ പുറന്തള്ളുന്ന ഒരു ബന്ധുക്കൾ ഈ ഉറ്റവരെല്ലാം പുറന്തള്ളുന്നു. അവരെ ഇവിടെ കൊണ്ട് പാർപ്പിക്കുമ്പോൾ അവർ ഇന്നലകളിൽ നടത്തിയിട്ടുള്ള ത്യാഗം തിരിച്ച് ആ മക്കളിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം സങ്കടം വരും അവരുടെ ആ അവസ്ഥ കാണുമ്പോൾ തന്നെ. അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് ഇതേപോലെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ആളുകൾ
ഇവിടെ പാർപ്പിക്കുന്നുണ്ട്, പോലീസ് ഇവിടെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അവരെയും നമ്മൾ അവർക്കൊപ്പം ഇതിനകത്ത് വേറെ ആർക്കും പ്രത്യേക പരിഗണന, എല്ലാവരും തുല്യരാണ്. അവരോട് നമ്മൾ പറയുന്നത് നിങ്ങളെല്ലാവരും തുല്യരാണ്, നിങ്ങളുടെ അനുഭവങ്ങൾ കൈപ്പേറിയതാണ്. ആ അനുഭവങ്ങൾ അങ്ങനെ പങ്കുവെച്ച് സന്തോഷകരമായി ബാക്കി ശിഷ്ടജീവിതം ഇവിടെ ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ് അവരോട് പറയുന്ന കാര്യങ്ങൾ. ഇതുമായി ചേർന്നുകൊണ്ട് എനിക്ക് ഏതാണ്ട് 2010 ആരംഭിച്ച് 14 വർഷം ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞു. അവരുടെ അനുഭവങ്ങൾ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ അച്ഛനെയും അമ്മയെയൊക്കെ സംരക്ഷിക്കാൻ ഇവിടെ മറ്റുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ തീർച്ചയായും അവരുടെ അച്ഛനെയും അമ്മയും ബന്ധുക്കളെയൊക്കെ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് ആ കാര്യത്തിൽ വേണ്ട. ഈ കുടിവെള്ള പദ്ധതി അതെ, ഈ നമ്മുടെ നേരത്തെ തന്നെ കാട്ടാട പഞ്ചായത്തിൻ്റെ മഠത്തുങ്കട് കുളത്തോട്ടുമല കുടിവെള്ള പദ്ധതി നിലവിലുണ്ടായിരുന്നു. ആ വെള്ളം ശുചീകരിച്ച് വരുന്ന ഒരു ക്വാളിറ്റി കുറവ് കാരണം കാളിപാറ പദ്ധതിയിൽ നിന്ന് നമുക്കിപ്പോൾ കുടിവെള്ളം ലഭിക്കുന്നുണ്ട്. ആ കാളിപാറ പദ്ധതിയിലെ വെള്ളം ഡയറക്റ്റായിട്ട് കുളത്തോട്ടുമല ടാങ്കിലേക്ക് കയറില്ല. അങ്ങനെ വന്നപ്പോൾ പഞ്ചായത്ത് തന്നെ 15 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് 5 സെൻറ്റ് സ്ഥലം ഈ കാളിപാറ ജല പദ്ധതിക്ക് വേണ്ടിയിട്ട് കൊടുത്തതിൻ്റെ ഭാഗമായി അത് പോങ്ങറക്കോണത്താണ്. അവിടെ ഒരു ടാങ്ക് സ്ഥാപിച്ച് മോട്ടോർ വെച്ചിട്ട് നേരെ കുളത്തോട്ടുമലയിലേക്ക് വെള്ളം എത്തിക്കുന്നു. അത് വന്ന ഈ കുളത്തോട്ടുമല ടാങ്കും ഈ സബ് ടാങ്കും വന്നതിൻ്റെ ഭാഗമായി മംഗലക്ക വാർഡിൽ കുടിവെള്ളത്തിൻ്റെ ഒരു ക്ഷാമം നമ്മുടെ ആളുകളാരും നേരിടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ജലജീവ മിഷൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ പൂർണ്ണമായിട്ടില്ല. ഇനിയും അതിനെത്തേണ്ട മേഖലകളുണ്ട്. അത് ഇനി ഏതാണ്ട് 87 കണക്ഷൻ കൂടി ആകുമ്പോഴേക്കും കുടിവെള്ള പദ്ധതി എല്ലാ വീടുകളിലും എത്തുന്നൊരു നിലയിലേക്ക് എത്തും. ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വാർഡിൽ ചില കേന്ദ്രങ്ങളിൽ നേരത്തെയൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഈ മാലിന്യം കൊണ്ടു തള്ളുന്നൊരു രീതി ഉണ്ടായിരുന്നു. പഞ്ചായത്തിനെ സെക്രട്ടറി അറിയിക്കുകയും ഉടൻ തന്നെ നടപടി സ്വീകരിക്കുകയും അവർക്ക് പെനാൽറ്റി കൊടുക്കുകയും എല്ലാം ആവർത്തിക്കില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ വാർഡിനുള്ളിൽ ഹരിതകർമ്മസേന 3 ആളുകളുണ്ട്. എല്ലാ വീടുകളിലും പോയി മാലിന്യം ശേഖരിക്കുകയും അത് സംസ്കരിച്ച് കൊടുക്കുന്ന ഒരു രീതി നടക്കുന്നുണ്ട്. എങ്കിലും ഈ ഉൾപ്രദേശങ്ങളിൽ ഈ വഴിയാത്രക്കാർ കൊണ്ട് വലിച്ചെറിയുന്നൊരു സംഭവമുണ്ട്. അവിടെയൊക്കെ ക്യാമറ വയ്ക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും വേണ്ടി ജനങ്ങളെ ജാഗ്രതയാക്കി മാത്രമേ നമുക്കത് തടയാൻ കഴിയുള്ളൂ. അത്തരത്തിൽ കിട്ടുന്ന കേസുകളെല്ലാം പഞ്ചായത്ത് പെനാൽറ്റി കൊടുക്കണമുണ്ട്. അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു ഫൈൻ ഈടാക്കുന്നത്. ഇത് പൂർണ്ണമായി വരുമ്പോഴേക്കും നമ്മുടെ വാർഡിൽ നിന്ന് മാലിന്യം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പഞ്ചായത്തിൽ നിന്ന് തന്നെ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഈ നമുക്ക് വാർഡിനകത്ത് റോഡുകൾ, ടാറിട്ട റോഡുകൾ വിതരണം ചെയ്യാൻ പറ്റും. അല്ല, ഇതിനകത്ത് മെയിൻ റോഡ് നമുക്ക് ടാറിട്ട റോഡ് 3 എണ്ണമാണ് ഉള്ളത്. 3 റോഡാണ് ടാറായിട്ടുള്ളത്. പിന്നെ മെയിൻ റോഡുണ്ട്. അതിപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാട്ടാക്കട മണ്ഡപത്തെങ്കട റോഡ് മെയിൻ റോഡാണ്. ആ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ചുണ്ടുവരൊക്കെ മാത്രമേ അല്പപ്പണി ബാക്കിയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊങ്ങറക്കോണം പ്ലാവൂർ ഹൈസ്കൂൾ റോഡ് കുളത്തോട്ടുമല അതിപ്പോൾ BMVC നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. പിന്നെ അമ്പലം കളിയാവോട് ആമച്ചൽ റോഡ് അതിലിപ്പോൾ MLA 70 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അവിടെ അതുകൂടി ആകുമ്പോഴേക്കും ഈ ടാറിൻ്റെ പണികൾ പൂർത്തിയാകും. പിന്നെ അതിൽ ശേഷിക്കുന്നത് മംഗലക്കൽ കമുകുഴി റോഡ് അത് മെയിൻ്റനൻസിന് ആവശ്യമായുണ്ട്. ഈ വർഷത്തെ ഫണ്ട് തന്നെ 25-26 സാമ്പത്തിക വർഷത്തിലെ മെയിൻ്റനൻസ് ഫണ്ട് ആ റോഡ് വയ്ക്കുമ്പോഴേക്കും നമ്മുടെ വാർഡിനുള്ളിലുള്ള എല്ലാ മെയിൻ്റനൻസ് വർക്കുകളും പൂർത്തീകരിക്കാൻ കഴിയും. ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പൂർണ്ണമായിട്ട് പണി എടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും തൊഴിലുറപ്പ് രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളിക്ക്, അതായത് അൺസ്കിൽഡ് ലേബേഴ്സിന് പണി കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് മംഗലക്കൽ വാർഡിലെ കുടുംബശ്രീയുടെ നിയന്ത്രണത്തിലാണ് തൊഴിലുറപ്പ് വരുന്നത്. ആദ്യകാലങ്ങളിൽ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് 100 ദിവസം തൊഴിൽ കൊടുത്ത ഒരു വാർഡ് ആ കീഴ്വഴക്കം ഇതുവരെയും അനുവർത്തിച്ചു വരികയാണ്. എന്നാൽ ഈ വർഷം 24-25 ഏതാണ്ട് പങ്കെടുത്തിട്ടുള്ള ഈ പണിയിൽ ഏർപ്പെട്ട് പോയിട്ടുള്ള തൊഴിലാളികൾക്ക് എല്ലാവർക്കും 100 ദിവസം കൊടുക്കണമെന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അത് പൂർത്തീകരിക്കാൻ കഴിയും. കഴിഞ്ഞ വർഷങ്ങളിൽ 140ഓളം തൊഴിലാളികൾക്ക് 100 ദിവസം കൊടുക്കാൻ പറ്റി. ഈ വർഷം അതിനേക്കാൾ ഒരുപാട് മാറും. ഒരു 160 തൊഴിലാളികൾക്കെങ്കിലും 100 ദിവസം നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് വരുന്നൊരു വിഷയം, നമുക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ആസ്തി വികസനം നടത്താൻ നമുക്ക് കഴിയുമായിരുന്നു. എന്തുകൊണ്ടോ അത്തരത്തിലുള്ള പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഈ വർക്ക് മെറ്റീരിയലെല്ലാം നമ്മൾ ടെൻഡർ ചെയ്തിട്ടാണ്
സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ടെൻഡർ എടുക്കാൻ ചില കോൺട്രാക്ടർമാർ മുന്നോട്ട് വരാത്ത ഒരു പ്രധാന കാര്യമാണ്. അതുകൂടി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഗ്രാമീണ നടപ്പാതകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ റോഡുകൾ 2 മീറ്ററിന് താഴെയുള്ള നടപ്പാതകളും റോഡുകളും ഒക്കെ നമുക്ക് ഈ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ ആസ്തി വർധനവ് നടത്താൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ തൊഴുത്ത് നിർമ്മാണം, കോഴിക്കോട് നിർമ്മാണം, കമ്പോസ്റ്റ് പിറ്റ് നിർമ്മാണം, അത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് വ്യക്തികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് മുമ്പേ നമ്മൾ ചെയ്യുകയും പൈസ പിന്നീട് വരുന്ന രീതിയാണ്. അങ്ങനെ വരുമ്പോഴേക്കും ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് അഡ്വാൻസ് ചെയ്ത് പണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ആ നിലയിലേക്ക് നമുക്ക് ഈ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ അല്പം പിന്നിലാണ് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ ഈ 24-25 സാമ്പത്തിക വർഷത്തിൽ ആകെ 12-13 കോടി രൂപയാണ് നമ്മുടെ അൺസ്കിൽഡ് വർക്കുകൾ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ 10% തുക നമുക്ക് സ്കിൽഡ് വർക്കിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ ആകുമ്പോഴേക്കും ഓരോ വർഷവും നമുക്ക് ഏതാണ്ട് 1.5 കോടി രൂപ സ്കിൽഡ് പ്രവർത്തനം നടത്താൻ കഴിയും. ഈ 4 വർഷക്കാലം കൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് ഒരു 6 കോടി രൂപയുടെ സ്കിൽഡ് പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആസ്തി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷെ അവിടെ നമുക്ക് 1 കോടി രൂപ പോലും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അതൊരു പോരായ്മയായി തന്നെ ഞാൻ കാണുന്നു. കാർഷിക മേഖലയെ ബന്ധപ്പെട്ട കാർഷിക മേഖലയുമായും ബന്ധപ്പെട്ടുകൊണ്ട് പാരമ്പര്യ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെല്ലാം അതിൽ നിന്ന് പിന്മാറി. ഒരു ഏജ് കഴിഞ്ഞപ്പോഴേക്കും അവരെ പിന്മാറി. എന്നാൽ നമ്മുടെ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് മംഗലക്കാട് കുറേ പുതിയ തലമുറ ഈ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് മുൻകാലങ്ങളിൽ കൃഷി കണ്ട് അതിനോട് ആഭിമുഖ്യം തോന്നിയെത്തിയ കൃഷിക്കാരാണ്. അങ്ങനെ 7-8 പുതിയ കൃഷിക്കാർ, അതായത് യുവാക്കൾ ഈ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. അവർ പച്ചക്കറി, വാഴക്കൃഷി, അതുപോലെ തന്നെ മരിച്ചീനി കൃഷികൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ വേറെ കാര്യം കൂടി, ഇപ്പോൾ മത്സ്യകൃഷി സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി 2-3 മത്സ്യക്കുളങ്ങൾ തന്നെ എടുത്തിട്ട് അവർ പഠിതാക്കുളമായിട്ടും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് കുളവും ഒക്കെ ചെയ്ത് മത്സ്യകൃഷി നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു ചെറുവരമ്പ് കുളമുണ്ട്, ആ കുളത്തിലും മത്സ്യകൃഷി ചെയ്യണമുണ്ട്. ആ നിലയാണ് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അതിൻ്റെ പ്രധാനമായൊരു വിഷയം ഉൽപ്പാദന ചെലവ് കൂടുതലും ഉൽപ്പന്നത്തിൻ്റെ വില തകർച്ചയും രാസവളത്തിൻ്റെ വിലയും അതൊക്കെ തൊഴിലാളികളുടെ ദൗർലഭ്യവും ആണ് കാർഷിക മേഖലയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോയത്. അവിടെ കുറച്ചുകൂടി സബ്സിഡിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ മേഖല നമുക്ക് പരിപോഷിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ആരോഗ്യ മേഖലയ്ക്ക് നമുക്ക് എന്തെങ്കിലും പഠനത്തിൽ? ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യക്ഷമമായ രീതിയിലാണ് നടന്നു പോകുന്നത്. ആമച്ചൽ FSSയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വാർഡിൻ്റെ തൊട്ടടുത്താണ്. അവിടെ എല്ലാവിധ ചികിത്സകളും കിട്ടുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നെ ആശാവർക്കർമാരും അതേപോലെ JHIമാരും പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി കിടരോഗികളെയും ഒക്കെ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സഞ്ജീവനി, ഈ എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരാളെ ഈ പാലിയേറ്റീവ് കെയറിൻ്റെയും ഡോക്ടർമാരും ബാക്കി എല്ലാവരും കൂടി വന്നിട്ട് ഈ സഞ്ജീവനിയിലൂടെ നല്ല ചികിത്സ അവർക്ക് കിട്ടുന്നുണ്ട്. അതൊരു പുതിയ അറിവാണ് നമുക്ക്. അതായത് ആശുപത്രി പോകാതെ തന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായിട്ട് രോഗിയുമായി സംബന്ധിച്ചുകൊണ്ട് ആ രോഗം ലക്ഷണങ്ങൾ പറയുമ്പോൾ ഡോക്ടർ ഇന്നതാണ് രോഗം എന്ന് പറയുകയും ഡോക്ടറോട് ഇന്ന മരുന്നുകൾ കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ആരോഗ്യമേഖല മെച്ചപ്പെട്ട നിലയിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. സംഘടനയുടെയും അതുപോലെ നമ്മുടെ ഈ വാർഡിനകത്തുള്ള ജനങ്ങളുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നമ്മുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും ജനങ്ങളുടെ പിന്തുണയില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയും. അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ പ്രബുദ്ധരായ മംഗലക്ക വാർഡിലെ ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അവരുടെ സപ്പോർട്ടില്ലാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയൊരു അവസരം കൂടെ കിട്ടിയാൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ജനസേവനമാണല്ലോ. അതെന്ന് പറഞ്ഞാൽ അർപ്പണ മനോഭാവത്തോടു കൂടി ജനങ്ങളെ സേവിക്കാൻ ഒരു മനസ്സ്, അത് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്.